റബ്ബറിന്റെ താങ്ങുവില ഉയർത്തണമെന്ന ആവശ്യവുമായി കർഷകൻ. ഇപ്പോഴുള്ള 180 രൂപ എന്നതിന് പകരം 200 രൂപയാക്കണമെന്നാണ് ആവശ്യം. ആഭ്യന്തര വിപണിയിലെ ക്ഷാമം അവസരമാക്കി ടയർ കമ്പനികൾ ഇറക്കുമതിക്ക് നീങ്ങിയതോടെ നിലവിലെ വിലവർധന കുറയുമെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. റബ്ബർ കർഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു വില കൂടി നിൽക്കുന്ന സമയം, അതായത് സമീപകാലത്തൊന്നും ഇല്ലാത്തതിനപ്പുറത്തേക്ക് 205 രൂപയിലേക്കൊക്കെ റബ്ബർ ഷീറ്റിന്റെ വില വരുന്ന സാഹചര്യമുണ്ട്. ലാറ്റക്സിന്റെ വില കുതിച്ചുയർന്ന് നിൽക്കുന്നു. പക്ഷേ ഈ സമയം കർഷകരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ മഴമറ ഒക്കെ ഇടുന്നതിന് സബ്സിഡി ലഭിക്കുന്നത് പോലും മെയ് അവസാനം മാത്രമാണ്. അതിനുശേഷം മാത്രമാണ് ഈ മഴമറ ഇടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനുശേഷം കാര്യമായ റബ്ബർ വെട്ട് നടന്നിട്ടില്ല, പാൽ സംഭരണം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വില കൂടിയതിൻ്റെ ഒരു ഗുണം അവർക്ക് ഇല്ലാതാകുന്നു. തൊട്ടിപ്പുറത്ത് തന്നെ ടയർ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം നടത്തുന്നു. അതായത് ഇവിടെ റബ്ബറിന്റെ ദൗർലഭ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം നടത്തും. ഇവിടുത്തെ ടയർ കമ്പനികൾ ഇപ്പോൾ ഒരു ആസൂത്രിതമായ നീക്കം, കഴിഞ്ഞ കൊല്ലം നടത്തിയതുപോലെ ഒരു നീക്കം നടത്തുകയാണ്. ഉൽപാദനത്തിന്റെ കുറവിന്റെ പുറകിൽ ഈ പറയുന്ന റബ്ബർ ഷീറ്റ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പോയാൽ ഒരു ആഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി ഒരു 25 രൂപ എങ്കിലും ഒരു കിലോയിൽ കുറയാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ശക്തമായി ഇടപെടണം. ജൂലൈ ഒക്കെ കഴിയുന്നതോടുകൂടി ഈ വില വീണ്ടും ഇടിയുന്ന നിലയിലേക്ക് എത്തും. അതായത് സംസ്ഥാനത്തെ കർഷകർക്ക് സംഭരണം തുടങ്ങുന്ന സമയത്തേക്ക്, റബ്ബർ ഷീറ്റ് അവരുടെ കയ്യിൽ എത്തുന്ന സമയത്തേക്ക് അവർക്ക് കയ്യിൽ പണം കിട്ടുന്നത് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റിലാണ് 180 രൂപയായി റബ്ബർ വില വർദ്ധിപ്പിച്ചത്. പക്ഷേ ആ രൂപയൊന്നും തന്നെ അതിലേക്ക് വില സ്ഥിരതാ ഫണ്ടിലേക്ക് പണമൊന്നും തന്നെ നൽകേണ്ട സ്ഥിതി സംസ്ഥാന സർക്കാരിന് ഉണ്ടായില്ല. കാരണം ഈ പണം പ്രഖ്യാപിച്ചപ്പോൾ അതിനപ്പുറത്തേക്ക് തന്നെ ഈ തുക എത്തിയിരുന്നു, റബ്ബർ വില എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ചിലവുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വർദ്ധിച്ച വില ഉയർന്ന സാഹചര്യത്തിൽ വില സ്ഥിരതാ ഫണ്ടും ഉയർത്തണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. പ്രത്യേകിച്ച് അതിനൊരു കാരണം കൂടിയുണ്ട്. ഇടത് പക്ഷം LDF അധികാരത്തിലെത്തിയത് റബ്ബർ വില അടിസ്ഥാന വില 250 രൂപയാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അത് 200ലേക്ക് പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 200 രൂപയെങ്കിലും ആക്കണം. അടിയന്തരമായി ആക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു പ്രയോജനം, ഈ റബ്ബർ വില വർധനവിൻ്റെയും അല്ലെങ്കിൽ ഈ വിപണി ഇങ്ങനെ മാറി വരുന്നതിൻ്റെയൊക്കെ ഒരു ഗുണം കിട്ടുള്ളൂ. റബ്ബർ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന ചെലവ് പോലും ഫലത്തിൽ കിട്ടുന്നില്ല, കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു സാഹചര്യം. പക്ഷേ സമീപകാലത്ത് വില കൂടി, പക്ഷേ ഇവിടെ ഒരു സീസൺ അല്ലാതായി മാറുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാം എന്നതാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. CPM പ്രതിരോധത്തിൽ